എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വില കൂടി എക്സ്പെൻസീവ് ടൈപ്പ് ഗിനി പിഗ്സ്, പിന്നീട് റാബിറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റത്തെയൊക്കെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് ഐറ്റം സെയിലിനുണ്ട്, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഗിനി പിഗ്സ് ആണ്. ബ്രോ, ഇതിൻ്റെ പേരെന്തായിരുന്നു? അബിസീനിയൻ എന്ന് പറഞ്ഞാൽ ഇത് ഗിനി പിഗ് ആണ്. ഇത് ഒരു ബ്രീഡിംഗ് പെയറാണോ? ഇത് എന്തോ പ്രായമുണ്ട് ഇവർക്ക്? 9 മാസം. അപ്പം ഇതിനു മുമ്പ് ബ്രീഡ് ആയിട്ടുണ്ടോ അതോ ഇപ്പം ഒരു പ്രാവശ്യം ബ്രീഡ് ആയിട്ടുണ്ടോ? എത്ര പിള്ളേരുണ്ടായിരുന്നു? 2 കുഞ്ഞുങ്ങൾ. അന്നേരം ഇവരെ ഇപ്പൊ കൊടുക്കാനായിട്ടല്ലേ? ഇവരെ വിൽക്കാനാണ്. ഓക്കെ. അപ്പം ഇവരെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഈ കാണുന്നൊരു പെയറിനെ ഈ ഒരു പെയർ 1500. ഓക്കെ. ഈ കാണുന്നത് വേറൊരു ഇനം ഗിനി പിഗ് ആണ്. ഇതിന്റെ പേരെന്താ ബ്രോ? പെറൂവിയൻ എന്ന് പറഞ്ഞ ഇനം ഗിനി പിഗ് ആണിത്. ഇതിപ്പം ഒരു ഫാദറും മദറും 2 കുട്ടികളും അല്ലേ? 2 കുട്ടികളും. ഇതിപ്പം കുട്ടികൾക്ക് എന്തോ പ്രായമായി? കുട്ടികൾ 1.5 മാസം. അപ്പോൾ ഇതിപ്പോ ഈ കാണുന്ന ഫുൾ ബാച്ച് ഇത് വിൽക്കാനാണോ? ഫുൾ ബാച്ച് വിൽക്കാനാണ്. അപ്പൊ ഇതിന്റെ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ 2 പിള്ളേർ എത്ര രൂപയ്ക്ക് കൊടുക്കും? 5 രൂപയ്ക്ക്. ഇതിപ്പം ഒരു മെയിലും ഫീമെയിലും അല്ലേ? അപ്പോൾ ഒരു പെയർ 5 രൂപയ്ക്ക്. എന്ത് പ്രായം ഉണ്ടെന്ന് പറഞ്ഞേ? 1.5 മാസം പ്രായം. ഓക്കെ. അപ്പൊ ഇവർ എത്ര പ്രായമാകുമ്പോഴേ ഇത് ബ്രീഡിംഗ് പരുവാകുന്നേ? 3 മാസം ആകുമ്പോഴേ ബ്രീഡ് ചെയ്യാൻ പറ്റും. 3.5 മാസം ആകുമ്പോൾ ബ്രീഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞവരെ നമുക്ക് ഇത് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരൻസിന് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? പേരൻസ് കൊടുക്കുന്നത് ഒരു പീസ് 5 രൂപ കൊടുക്കും. ഒരു പീസ് 5 രൂപ വെച്ച് പേരൻസ് എന്ന് വെച്ചാൽ 2 10,000 രൂപ. ഓക്കെ. പക്ഷെ കൊണ്ടുപോയാലും നല്ല ബ്രീഡിംഗ് പെയർ ആയതുകൊണ്ട് അവർക്ക് ഉടൻ തന്നെ നല്ല റിസൾട്ട് കിട്ടും അല്ലേ? ഓക്കെ. ഇപ്പൊ പേരൻസ് ഇപ്പൊ അടുത്ത ഒരു ഇത് മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണോ അതോ ഒരു 2 മാസത്തിനുള്ളിൽ ബ്രീഡ് ആവത്തുള്ളൂ? അടുത്ത ബ്രീഡാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഇനത്തിലോട്ട് പോവാം. ഓക്കെ. ഇത് അതുപോലെ തന്നെ മറ്റൊരു ബ്രീഡാണ്. ഇതിന്റെ പേരെന്താ ബ്രോ? ഇത് സിൽക്കി എന്ന് പറഞ്ഞ ഇനം ഗിനി പിഗ് ആണ്. കാണാനും അതിന്റെ ഹെയർ ഒക്കെ നല്ല സിൽക്കി, ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ട് ഹെയറിന്. ഓക്കെ. ഇവരിപ്പം ബ്രീഡിംഗ് പെയർ ആണോ ഇവര്? ഇതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. എത്ര ബാച്ച് ഇറങ്ങിയിട്ടുണ്ട്? ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഇത് റെഡി ടു ബ്രീഡ് നിൽക്കുക അല്ലേ? ഓക്കെ. എന്തോ പ്രായം കാണും ഇതിന്? ഫീമെയിലിന് 1 വയസ്സുണ്ട്. ഇപ്പം ഒരു 7 മന്ത് അല്ലേ? ഓക്കെ. ഇവരെ ഇപ്പൊ എത്ര രൂപയ്ക്കാണ് കൊടുക്കും ഈ സിൽക്കി ഗിനി പിഗിനെ? ഈ ഒരു പെയർ 10,000 രൂപയ്ക്ക്. ഓക്കെ. അടുത്ത ബ്രീഡ് ഏതാണ്? അപ്പോൾ ഇത് ടെഡി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഗിനി പിഗ് ആണല്ലേ? ടെഡി. ഓക്കെ. അപ്പോൾ ഇതിപ്പം ഒരു ഫാദറും മദറും 3 കുട്ടികളും ഉണ്ടല്ലേ? നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ടല്ലേ ഇവർക്ക്? ഓക്കെ. ഓക്കെ. ഇതിപ്പം ഈ കുട്ടികൾക്ക് ഇപ്പൊ എത്ര മാസമായി? എത്ര മെയിലും ഫീമെയിലും ഉണ്ട്? കുട്ടികളാണെങ്കിൽ ഇപ്പം 2 ഫീമെയിലും 1 മെയിലും. 2 ഫീമെയിലും 1 മെയിലും ഉണ്ട് കുട്ടികൾ. ഇപ്പൊ ഈ ഫാദറും മദറും എന്തോ പ്രായമുണ്ട്? ഫാദറും മദറും ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ബാച്ച് പിള്ളേരെ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് ഈ ടെഡി എന്ന് പറഞ്ഞ ഗിനിപ്പിക്ക്? 2ാമത്തെ ബാച്ചായതിപ്പോ. ഇതിപ്പോ സെക്കൻഡ് ബാച്ചാ പിള്ളേർ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇതിപ്പം ഈ ഫാദറും മദറും എത്ര രൂപയ്ക്കാണ് കൊടുക്കും? ഫാദറും മദറും ഒരു 12 രൂപയാണ് കൊടുക്കും. 12,000 രൂപയ്ക്ക് ഫാദറിനെയും മദറിനെയും കൊടുക്കും. പീസ് 6,000 രൂപ വെച്ച്. പിന്നെ ഈ കുട്ടികൾ ഇപ്പം 3 എണ്ണം ഉണ്ടല്ലോ, ഇവരെ എത്ര രൂപയ്ക്ക് കൊടുക്കും കുട്ടികളെ? പീസ് 3 രൂപ കൊടുക്കും. പീസ് 3,000 രൂപ എന്ന് വെച്ചാൽ മൊത്തം 9,000 രൂപയ്ക്ക്. ഓക്കെ. അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ഗിനി പിഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഡി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സിൽക്കി ഉണ്ട്. സിൽക്കി, ടെഡി, പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു? പെറൂവിയൻ എന്ന് പറഞ്ഞ ഇനം ഉണ്ട് നമുക്ക്. പിന്നീട് നമുക്കുള്ളത് അബിസീനിയൻ. വായിക്കൊള്ളാത്ത ഓരോ പേരുകളൊക്കെ നമ്മളിതൊക്കെ ആദ്യമായിട്ട് കേൾക്കൊണ്ട് നമുക്ക് അത്ര പിടിയില്ല. പേരുകളൊക്കെ അറിയാം, കേട്ടുണ്ട്, പക്ഷേ എന്നാലും അത്ര വലിയതില്ല. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളിക്കാരൻ്റെ കുറേ ഗിനി പിഗ്സും കാര്യങ്ങളും പല ഐറ്റമൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് വേറൊരു ഇനം, ഒരു റാബിറ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടൈപ്പ്. നമുക്കതിനെ കാണാം. ഓക്കെ. അപ്പം ഇതിൻ്റെ പേര് എന്തായിരുന്നു? നെതർലാൻഡ് ഡോർഫ്. ഇതൊരു വെറൈറ്റി ടൈപ്പ് റാബിറ്റ്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഇനത്തെ കാണുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് റാബിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് എന്തോ റേറ്റ് വരുന്നുണ്ട് ബ്രോ? ഇതിന് പെയർ 45 രൂപ വരുന്നുണ്ട്. ഒരു പെയർ 45,000 രൂപയൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ 2 മെയിലാണല്ലേ? 2 മെയിൽ. ഇതിപ്പോ എന്തോ പ്രായമുണ്ട്? 1 വയസ്സുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പം 2 മെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിപ്പം എത്ര രൂപയ്ക്ക് കൊടുക്കും? സിംഗിൾ ആണെങ്കിലോ അല്ലെ ഒരുമിച്ചാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഒരുമിച്ചാണെങ്കിൽ 20,000 രൂപ വെച്ച് ഒരുമിച്ചാണെങ്കിൽ 40,000 രൂപയ്ക്ക് കൊടുക്കാം, ഒരുമിച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ. പീസാണെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം വരും അല്ലേ? ഓക്കെ.
അപ്പോൾ ഇതാണ് നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞ ഇനം. ഇതാണോ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ റാബിറ്റ് എന്ന് അറിയപ്പെടുന്നത്? ചെറിയ റാബിറ്റ് ഇതാ. മാക്സിമം 1/2 കിലോ വെയിറ്റ് ഒക്കെ വരും. ഓ, അപ്പോൾ ഈ നാടൻ മുയലൊക്കെ ഇതിനെക്കാട്ടി വലുപ്പമുണ്ടോ? ഇതിനേക്കാൾ വലുപ്പം വരും. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ റാബിറ്റാണിത്, നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞ ഇനം. കേരളത്തിൽ തന്നെ വളരെ അപൂർവം ആൾക്കാരല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം, എന്നെ വിളിക്കുക. അപ്പോൾ നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞ റാബിറ്റിനോടൊപ്പം ശ്രീകണ്ഠൻ എസ് പിള്ളൈ സൈനിങ് ഓഫ്. താങ്ക് യു.